അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച ഒരു മരണത്തിന്റെ കാര്യം കൂടി പറയുമ്പോൾ ഇതാ വീണ്ടും അല്പം കൂടി ആശങ്കയുയർത്തി ഒരു കേസ് കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. പുതിയ വിവരമാണ് ഇപ്പോൾ വരുന്നത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ 54-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചേതൻ സാജനുണ്ട്. ചേതൻ, കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഈ മരണനിരക്കിലടക്കം വളരെ കുറവാണ് മറ്റ് രാജ്യങ്ങളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ എന്നാൽ പോലും പുതിയ കേസ് എന്നുള്ളത് ആശങ്ക തന്നെയാണ്. ഈ പുതിയ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ അസിത, ഈ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആശങ്ക ഒഴിയുന്നില്ല. നിലവിൽ ഒരു കേസ് കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ 54-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ വെന്റിലേറ്ററിലാണ്. ഇവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അതിനിടെ ഇന്നും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി രതീഷ് മരണപ്പെട്ടിരുന്നു. ഏതായാലും ഇന്ന് ഈ രോഗം സ്ഥിരീകരിച്ച വണ്ടൂർ സ്വദേശിയുടെ വീട്ടിലെ കിണറിലും അതുപോലെ തന്നെ സമീപത്തെ ജലാശയങ്ങളിലും ആരോഗ്യവകുപ്പ് അധികൃതർ ഉടൻ പരിശോധന നടത്തുന്നതായിരിക്കും. പ്രധാനമായും ശുചീകരിക്കാത്ത വെള്ളത്തിൽ നീന്തുകയോ മുങ്ങിക്കുളിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ രോഗാണുക്കൾ തലച്ചോറിൽ കൂടുതലായും എത്തുന്നത്. അത് സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്ത് പരിശോധിച്ചാൽ വളരെ മരണനിരക്ക് കൂടിയ രോഗമാണിത്. 90% മേലെയാണ് മരണനിരക്ക്. പക്ഷേ സംസ്ഥാനത്ത് ഇത്രയും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് കൃത്യമായി ആരോഗ്യവകുപ്പ് തിരിച്ചറിഞ്ഞ് കൃത്യമായി ടെസ്റ്റ് നിർദ്ദേശിച്ച് ടെസ്റ്റ് ഡിക്റ്റേറ്റ് ചെയ്തതിലൂടെയാണ് ഇത്രയും കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏതായാലും ഈ ആശങ്ക ഒഴിയുന്നില്ല. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും മരുന്നും മറ്റ് ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 30-31 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീടുകളിലെയും സ്ഥാപനങ്ങളെയും വാട്ടർ ടാങ്കുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും ഉള്ള അടക്കം നിർദ്ദേശവും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അഫ്ദ. ശരി, ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ മുൻകരുതൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഒക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്.